നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ അനുമതി. നാളെ പത്രിക നൽകും. മത്സരിക്കുന്നത് മലയോര ജനതയ്ക്ക് വേണ്ടിയെന്ന അൻവർ. സതീശന്റെ കാൽ നക്കി മുന്നോട്ടില്ല. UDF ഒരുമിച്ചെടുത്ത തീരുമാനം VD സതീശൻ പ്രഖ്യാപിച്ചില്ലെന്നും വിമർശനം. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ലെന്നും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും PV അൻവർ. PV അൻവറുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി VD സതീശൻ. കൂടിക്കാഴ്ച തെറ്റെന്ന് സതീശൻ. അൻവറിനെ കണ്ടത് പിണറായി സത്തിനെതിരെ പ്രതികരിച്ച വ്യക്തിയെന്ന നിലയിലെന്നും പാർട്ടി ഏൽപ്പിച്ച ദൗത്യമല്ലെന്നും രാഹുൽ. അൻവറിന് നിലപാട് പിൻവലിക്കാൻ 5-ാം തീയതി വരെ സമയമുണ്ടെന്ന് K മുരളീധരൻ. നിലമ്പൂരിൽ പോരാട്ട ചിത്രം തെളിയുന്നു. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് NDA സ്ഥാനാർത്ഥി. CPM BJP അവിശുദ്ധ ബാന്ധവുമെന്ന് VD സതീശൻ. മത്സരം CPM-ഉം UDF-ഉം തമ്മിലെന്ന് സതീശൻ. PV അൻവർ വഞ്ചിച്ചുവെന്ന് LDF വിജയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ്. 3758 കേസുകൾ. ആകെയുള്ളതിന്റെ 40%. കേരളത്തിൽ 1336 രോഗികൾ. 24 മണിക്കൂറിൽ 4 മരണം. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് മുന്നറിയിപ്പ്. വേനലവധിക്ക് ശേഷം നാളെ സ്കൂളുകൾ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് സ്കൂളിൽ. കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനം. 8 ദിവസം കൊണ്ട് പെയ്തത് 440% അധിക മഴ. IPL 2-ാം ക്വാളിഫയറിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് ആവേശ പോരാട്ടം. മത്സരം 7:30 മുതൽ അഹമ്മദാബാദിൽ. വിശദമായി നോക്കാം. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നത്തിലായിരിക്കും മത്സരം. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ലെന്നും PV അൻവർ പറഞ്ഞു. മലയോര ജനതയ്ക്ക് വേണ്ടിയാണ് മത്സരമെന്ന് പറഞ്ഞാണ് PV അൻവർ നിലമ്പൂരിൽ മത്സരത്തിനിറങ്ങുന്നത്. ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. സതീശന്റെ കാൽ നക്കി മുന്നോട്ടില്ലെന്നും അൻവർ പറഞ്ഞു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അൻവർ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ UDF-ന്റെ ലീഡർഷിപ്പിലെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെയും PV അൻവർ രൂക്ഷമായി പ്രതികരിച്ചു. ഷൗക്കത്തിന് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയില്ല. രണ്ടും നടക്കൂല. കാരണം ഷൗക്കത്തിനെ വെച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. ജയിക്കൂല. ഞാൻ വിശദീകരിക്കാം. വലിയ അബദ്ധത്തിലേക്കാണ് പോണത്. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. എന്തുകൊണ്ട് പറഞ്ഞു? എനിക്കൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല ഈ പാർട്ടിക്ക് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അൻവർ കൂടി അങ്കത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ശക്തമായ ചതുഷ്കോണ മത്സരത്തിനാണ് നിലമ്പൂർ വേദിയാവുക. അതേസമയം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അൻവർ നൽകാത്തത് അനുനയത്തിന്റെ സാധ്യതകൾ ഇനിയും അവശേഷിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. എന്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം, 9 വർഷം ഞാൻ അവിടെ നടത്തിയ വികസന പ്രവർത്തനം, ദുരിതങ്ങളിൽ ആശുപത്രിയിലെ പ്രയാസം, എല്ലാത്തിലും. അപ്പോ ഇപ്പൊ എന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ഒരു ഭാഗത്ത് പിണറായിയാണ്, ഒരു ഭാഗത്ത് സതീശനാണ്, ഒരു ഭാഗത്ത് RSS ആണ്. ഇത് മൂന്നും കൂടിയിട്ട് എന്നെ ഞെക്കിപ്പിഴിയാനുള്ള തീരുമാനമാണ്. ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാനുണ്ടാകും എന്ന പ്രതീക്ഷ എനിക്കില്ല. അമൃത ന്യൂസ്, മലപ്പുറം. PV അൻവറിന് മുന്നിൽ കോൺഗ്രസിന്റെ വാതിലടച്ചെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂരിൽ മത്സരിക്കാനുള്ള അവകാശം അൻവറിനുണ്ട്. UDF-ൽ ഇനി ആരും അൻവറുമായി ചർച്ച നടത്തില്ല. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് തുടക്കം മുതൽ അൻവറിനോട് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിൽ മാത്രമേ UDF അസോസിയേറ്റ് മെമ്പറാക്കൂ എന്നും പറഞ്ഞിരുന്നു. അൻവറുമായി ഇനി ആരെങ്കിലും ചർച്ച നടത്തിയാൽ അത് വ്യക്തിപരം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. അതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞാൻ പറയല്ലോ, അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊന്നും ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒറ്റ കാര്യവും പറഞ്ഞിട്ടില്ല.
ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFിലെ അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കുക. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാൾ നടത്തില്ല. ആരെങ്കിലും വല്ല സംസാരിച്ചിടത്തേക്ക് അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് സംസാരിക്കുന്നത്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല. PV അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിനെ രാഹുൽ കണ്ടത് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടല്ല, ചർച്ചയ്ക്ക് ജൂനിയർ ആയിട്ടുള്ള MLA ചുമതലപ്പെടുത്തുമോ എന്നും VD സതീശൻ ചോദിച്ചു. UDF നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDFിൻ്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കേണ്ടത് ഞാനല്ല. പോകാൻ പാടില്ല. UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. മറ്റേ സംഘടനാപരമായിട്ടല്ല. അവനോട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു. PV അൻവറിനെ കണ്ടത് പിണറായി സത്തിനെതിരെ പ്രതികരിച്ച വ്യക്തി എന്ന നിലയിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാർട്ടി ഏൽപ്പിച്ച ദൗത്യമല്ലെന്നും പാർട്ടി പറയുന്നത് അംഗീകരിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. നേതൃത്വം തെറ്റെന്ന് പറഞ്ഞെങ്കിൽ അത് തിരുത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. പാർട്ടി എന്താണോ പറഞ്ഞത് അതാണ് ശരി. അല്ല, പാർട്ടി എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് നേതൃത്വം എന്നോട് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നോട് പാർട്ടി നേതൃത്വം എന്ത് ഇപ്പൊ പറയുകയാണ്, അത് തെറ്റാണ്. പാർട്ടി നേതൃത്വം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന്. അതിനകത്ത് വ്യക്തിപരമായി PV അൻവറുമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടി പറഞ്ഞിട്ടായിരുന്നില്ല കൂടിക്കാഴ്ച എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന് 5-ാം തീയതി വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞിട്ടല്ല പോയത്, വ്യക്തിപരമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. അതല്ലാതെ ഏതെങ്കിലും ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോയതല്ല എന്ന് മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ച ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, 5-ാം തീയതി വരെ സമയമുണ്ടല്ലോ, വിഡ്രോവൽ ടൈം. അൻവറിന് അദ്ദേഹത്തിൻ്റെ നിലപാട് പുനഃപരിശോധിക്കാൻ ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം വ്യക്തിപരമായി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ അദ്ദേഹത്തിനെ സന്ദർശിച്ചത്. അതിനൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. PV അൻവറിനെ കണ്ടതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് ആന്റണി MP. ജനാധിപത്യത്തിൽ സംസാരിക്കുന്നതിന് എന്താണ് കുഴപ്പം? ആശയവിനിമയങ്ങളും സംവാദങ്ങളും ഉണ്ടാകും, അതിൽ തെറ്റുണ്ടെന്ന് കരുതുന്നില്ല. അൻവറിന്റെ തീരുമാനം എന്തായാലും അത് UDFിനെ ബാധിക്കില്ലെന്നും ആന്റണി MP വ്യക്തമാക്കി. അതുകൊണ്ട് എന്താണ്, അവിടെ നിലമ്പൂർ UDFിന്റെ ഉറച്ച മണ്ഡലമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് ഞങ്ങൾ തെളിയിച്ചതാണ്. ഇത്തവണയും വലിയ വിജയം UDF നേടും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യാടൻ ഷൗക്കത്ത് മികച്ച സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരിൻ്റെ എല്ലാ സാഹചര്യങ്ങൾക്കും ഒത്തിണങ്ങുന്ന സ്ഥാനാർത്ഥിയാണ്. ആ പല ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് UDF സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഉജ്ജ്വലമായ വിജയം നേടും, യാതൊരു സംശയവുമില്ല. അൻവറിൻ്റെതായ തീരുമാനങ്ങൾ കൈക്കൊള്ളട്ടെ, അതൊന്നും UDFിന്റെ വിജയത്തെ ബാധിക്കില്ല. അൻവറിനോടുള്ള ഒരു കൂടിക്കാഴ്ചയും വേണ്ട, വാതിലടഞ്ഞു എന്ന് പ്രതിപക്ഷ UDF അടക്കം തീരുമാനിച്ച ശേഷം പിന്നെ ഒരു യുവ MLA അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് ജനാധിപത്യത്തിൽ സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം? ജനാധിപത്യത്തിൽ എപ്പോഴും ആശയവിനിമയങ്ങൾ ഉണ്ടാവും, സംവാദങ്ങൾ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമല്ലേ. അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അല്ല, അതേക്കുറിച്ച് എനിക്കറിയില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളിനോട് അതേക്കുറിച്ച് ചോദിക്കുക. ഉറച്ച വിജയസാധ്യതയാണ്, 100% വിജയിക്കും. PV അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വ്യക്തിഗത സന്ദർശനം മാത്രമായിരുന്നു അത്. അൻവറുമായുള്ള ചർച്ചയ്ക്കുള്ള വാതിൽ തൽക്കാലം അടഞ്ഞുകിടക്കുന്നു എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്നലെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ഈ ഒരു ചാഞ്ചാട്ടം നമുക്ക് വളരെ വ്യക്തമാണ്. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറുമായിട്ട് സംസാരിക്കാൻ
രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നു. അത് തീർത്തും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സന്ദർശനമായിട്ടേ വ്യാഖ്യാനിക്കേണ്ടത്. നിലമ്പൂരിൽ UDF വിജയിക്കുമെന്ന് ആവർത്തിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സർക്കാരിനെതിരായ വിധിയെഴുത്താകും ഇത്. പിണറായി സർക്കാരിനെതിരായ പോരാട്ടത്തിൽ എല്ലാവരും അണിചേരണമെന്നും KC ആലപ്പുഴയിൽ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്ദർശനത്തെക്കുറിച്ച് അറിയില്ല എന്ന് പ്രതികരിച്ച KC അൻവറിന്റെ കാര്യത്തിലും സർക്കാരിനെതിരെ നിലകൊള്ളുന്നവർ ഒപ്പം നിൽക്കണമെന്നാണ് പറയാനുള്ളതെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞു. പിന്നെ വീണ്ടും ചോദിച്ചിട്ട് എന്ത് പറയാൻ ഇല്ല. ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ UDF വളരെ കംഫർട്ടബിളായിട്ട് ജയിക്കും. അത് കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കാരണം ജനങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു ഇലക്ഷനായിട്ട് നിലമ്പൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFന് വളരെ കംഫർട്ടബിൾ മെജോറിറ്റി UDFന് കിട്ടും. ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടെ MLA ആവും. ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. ഇതിൽ സഹകരിക്കണം. ഈ ചിന്താഗതിയുള്ള കേരളത്തിലെ ജനങ്ങളെ പൊറുതിമുട്ടിപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് അതിനെതിരായിട്ടുള്ള മൂവ്മെന്റ് നടത്താൻ താല്പര്യമുള്ള ആർക്കും ഞങ്ങളോടൊപ്പം ചേരാം, സഹായിക്കണം. അൻവറിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായിട്ട് രംഗത്ത് വന്ന് സഹായിക്കുക. രാഹുൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് BJP. കേരള കോൺഗ്രസ് മുൻ നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. മത്സരിക്കണോ വേണ്ടയോ എന്നതടക്കമുള്ള അനിശ്ചിതത്വത്തിനൊടുവിലാണ് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. അനിശ്ചിതത്വത്തിനൊടുവിൽ BJP നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വലിയ രാഷ്ട്രീയ നീക്കവുമായിട്ടാണ്. മലയോര ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന അസംതൃപ്തി മുതലെടുക്കാനാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിലൂടെ BJP ലക്ഷ്യമിടുന്നത്. ചുങ്കത്തറയിൽ ജനിച്ച മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. മലയോര ക്രൈസ്തവ മേഖലയിൽ നിന്നുമുള്ള മോഹൻ ജോർജ് ഏറെ നാളായി കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. മർത്തോമാ സഭ കൗൺസിൽ അംഗം കൂടിയാണ് മോഹൻ ജോർജ്. കേരള കോൺഗ്രസ് ബന്ധം വിട്ടാണ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥിയാകുന്നത്. BJPക്ക് അടിത്തറ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, മേഖലയാണത്. BJPക്ക് ധാരാളം പ്രവർത്തകരുണ്ട്. ഈ മേഖലയിലെ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ വളരെ അതീവ ഗൗരവമാണ്. വന്യമൃഗശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഏതായാലും ആ കാര്യത്തിനൊക്കെ ഒരു പരിഹാരം കാണണം. പിന്നെ BJPയുടെ കേരള ഘടകത്തിൻ്റെ രാജീവ്ജിയുടെ പ്രത്യേക താല്പര്യം വികസിത കേരളം എന്നുള്ളതാണ്. വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട, ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. ഇടതു വലതു മുന്നണികൾക്കൊപ്പം NDAയും കളം നിറയുമ്പോൾ നിലമ്പൂരിൽ പോരാട്ടം തീപാറും. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിലെ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പാർട്ടിയിൽ അംഗത്വമെടുത്തു. നിലമ്പൂരിൽ ചേർന്ന പാർട്ടി മണ്ഡലം നേതൃയോഗത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി A. സുരേഷ് മെമ്പർഷിപ്പ് നൽകി. പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ ജനറൽ സെക്രട്ടറി ബൈജു ചെറിയാനും BJPയിൽ ചേർന്നു. ഇന്ന് രാവിലെയാണ് മോഹൻ ജോർജിനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ CPM BJP കൂട്ടുകെട്ട് വ്യക്തമായി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM BJP ബാന്ധവത്തെ തകർത്ത് UDF മികച്ച വിജയം നേടുമെന്നും VD സതീശൻ പറവൂരിൽ പറഞ്ഞു. നിലമ്പൂരിൽ UDFനെ തോൽപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ CPM BJP ധാരണയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം BJP സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് CPM നേതൃത്വത്തിന് BJP നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് UDF വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നാണ്. ഈ BJPയും CPMഉം ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് BDJSനോട് ആലോചിച്ച ശേഷമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്ന് BDJS തീരുമാനിച്ചിരുന്നു. മലയോര കർഷക പ്രതിനിധി എന്ന നിലയിലാണ് NDA സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. ക്രിസ്ത്യൻ വോട്ടുകളടക്കം എല്ലാ സമുദായ വോട്ടുകളും NDA സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്നും തുഷാർ കോട്ടയത്ത് പ്രതികരിച്ചു. സമയമാണ് അതിന് ഇനി 6-8 മാസമേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകാനുള്ള സമയം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഇലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥി നിർത്തണ്ട എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം എടുത്തത് പൊതുവായിട്ട്. പിന്നെ ചില ആളുകൾ അന്ന് നമ്മൾ മത്സരിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളത് പിന്നെ പൊതുവായി ഞങ്ങൾ ആലോചിച്ച ശേഷം അത് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് കൂടി എടുക്കുകയും ചെയ്തിരുന്നു. അത് BJP അറിയിച്ചു. അതിനുശേഷം അവിടെ BJPയുടെ കേന്ദ്ര നേതൃത്വമൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി രാജീവ്ജിയും ഞാനും ഒക്കെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഇന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്.
ഒരിക്കലുമല്ല, ഒരിക്കലും മത്സരിക്കുന്നില്ല എന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് മാധ്യമങ്ങൾ തന്നെ സൃഷ്ടിച്ചതല്ലേ, ചില ആളുകൾ പറഞ്ഞ കാര്യമല്ലേ. കാര്യം ഒരു വഞ്ചന കാരണമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻ MLA PV അൻവറിനെ പേരെടുത്ത് പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. നിലമ്പൂരിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് ക്ലീൻ ഇമേജാണെന്നും തല ഉയർത്തി വോട്ട് ചോദിക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലം LDF നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞു. 2 തരത്തിലുള്ള പരിപാടികളായിരുന്നു. കാലത്ത് ജില്ലയിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്ത 500ഓളം പേർ പങ്കെടുത്തൊരു യോഗം. ആ യോഗത്തിലുണ്ടായ ഒരു പ്രത്യേകത, നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവരെല്ലാവരും പങ്കുവെക്കാൻ തയ്യാറായി. നിലമ്പൂരിൽ സമദൂരം പാലിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കുഞ്ഞഹമ്മദ് ഹാജിക്കായി നാമനിർദ്ദേശ പത്രിക വരെ തയ്യാറാക്കിയിരുന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര പറഞ്ഞു. നാളെ നോമിനേഷൻ നൽകാനാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ LDFന്റെയും UDFന്റെയും ആളുകൾ ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏകോപന സമിതിയുടെ 14 ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന ദുരന്ത സമയത്ത് സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വിവേചനം കാട്ടുന്നത് ശരിയല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ ഇത്തരം നിലപാട് ഫെഡറലിസത്തെ സഹായിക്കുന്നതല്ലെന്ന് മന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് വിദേശത്തു നിന്നുള്ള സഹായം സ്വീകരിക്കാനായിട്ട് അനുമതി കൊടുത്തു. ഏതൊരു സംസ്ഥാനത്തിനും അങ്ങനൊരു ദുരിതാവസ്ഥയിൽ സഹായം കിട്ടുന്നത് നല്ല കാര്യമാണ്, അതിന് അനുമതി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ വിവേചനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിൽ, സംശയം തോന്നുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. കേരളമാണ് ഈ കാര്യത്തിൽ ലോകമാകെ നിന്ന് സംഭാവനകൾ ലഭിക്കുന്നതിനായി സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രളയം കേരളത്തിൻ്റെ നല്ലൊരു ഭാഗത്തെയും ദുരിതത്തിലാഴ്ത്തിയ ഘട്ടത്തിൽ സംഭാവന ചോദിച്ചത്, സംഭാവന വാങ്ങാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ കേരളത്തിന് പ്രളയകാലത്ത് അങ്ങനെ അനുവാദം തരാനായി തയ്യാറായില്ല. രാഷ്ട്രീയമായിട്ട് മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്നൊരു മുന്നണി ആയതുകൊണ്ടാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് തോന്നും. അപ്പോൾ ഇത്തരം നിലപാടുകൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിവിധ സംസ്ഥാനങ്ങളോട് തുല്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന തോന്നലിലും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ആകെയുള്ള 3395 കേസുകളിൽ 1336 കേസുകളും 1 മരണവുമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ 40% സംസ്ഥാനത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത 3395 കേസുകളിൽ 1336 എണ്ണമാണ് കേരളത്തിൽ നിന്നുള്ളത്. രാജ്യത്ത് 4 മരണം റിപ്പോർട്ട് ചെയ്തതിൽ 1 സംസ്ഥാനത്ത് നിന്നാണ്.
ശ്വാസകോശ സംബന്ധമായ അസുഖവും ന്യൂമോണിയയും ബാധിച്ച് ചികിത്സയിലായിരുന്ന 59കാരനാണ് മരിച്ചത്. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കൊറോണയാണെന്ന് സ്ഥിരീകരിച്ചത്. കേരളം കൂടാതെ ഡൽഹി, കർണാടക, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. 2 വർഷത്തിനിടെ ഇതാദ്യമായാണ് രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 3000 കടക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. അനാവശ്യമായ പരിശോധനകൾ വേണ്ടെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുയിടങ്ങളിലും പൊതുപരിപാടികളിലും പങ്കെടുക്കുന്നവർ മാസ്ക് ധരിക്കണമെന്നും പ്രായമായവരും കുട്ടികളും ഗർഭിണികളും രോഗബാധിതരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. രോഗപ്പകർച്ച നിരീക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജില്ലാ ആരോഗ്യ വിഭാഗങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തമ്പാനൂരിലെ KSRTC ബസ് സ്റ്റാൻഡിലെ ബോംബ് ഭീഷണിയിൽ ഒരാൾ പിടിയിലായി. പത്തനംതിട്ട സ്വദേശി ഹരിലാലാണ് പിടിയിലായത്. തമ്പാനൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാനത്ത് ഇതുവരെ അനേകം വ്യാജ ബോംബ് ഭീഷണികളാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 24-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 12 മണിക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു ഫോൺ സന്ദേശമെത്തി. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും 2 മണിക്കൂറിനുള്ളിൽ പൊട്ടുമെന്നുമായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. തുടർന്ന് പോലീസും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ദിവസങ്ങളായി തുടരുന്ന വ്യാജ സന്ദേശങ്ങളുടെ ഭാഗമായിരുന്നു ഈ സന്ദേശവും. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാജ സന്ദേശത്തിന് പിന്നിൽ പത്തനംതിട്ട കോയിപ്പുറം സ്വദേശി ഹരിലാലാണെന്ന് തിരിച്ചറിയുന്നതും പ്രതിയെ പിടികൂടുന്നതും. ഫോൺ കോൾ പരിശോധിച്ച് അന്വേഷണം നടത്തുകയുണ്ടായി. അങ്ങനെ ഇയാളുടെ ഫോൺ കോൾ പരിശോധിച്ചാൽ ഇയാളുടെ പേര് ഹരിലാലാണെന്നും ഇയാൾ പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇയാളുടെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഇയാൾ അവസാനമായിട്ട് വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം പ്ലാന്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തായിട്ട് അറിയാൻ കഴിഞ്ഞു. എറണാകുളത്ത് ഇന്ന് വെളുപ്പിനായിരുന്നു അറസ്റ്റ് ഇയാളെ പിടികൂടിയിട്ട് ഇപ്പോൾ ഇന്നാണ് അതിൻ്റെ അറസ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മറ്റനവധി കേസുകളിലെയും പ്രതിയാണ് പിടിയിലായ ഹരിലാൽ. ഇയാൾക്ക് മുന്നേ 5 കേസുകളുണ്ട്. ടോട്ടൽ 5 കേസുകളായിട്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ICJS പ്ലാറ്റ്ഫോമിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇയാൾക്ക് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു തീവെപ്പ് കേസ്, പിന്നെ അതല്ലാതെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ 2 കേസ്, കൂടാതെ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ 1 കേസ്, പിന്നെ ഈ എറണാകുളം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇയാൾ കൊച്ചി മെട്രോ റെയിൽവേയിൽ ഇതുപോലെ ബോംബ് ഭീഷണി നടത്തിയിട്ടൊരു കേസുള്ളത്. പോലീസിനെ വട്ടം ചുറ്റിക്കുക എന്നതായിരുന്നു പ്രതിയുടെ ഉദ്ദേശമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇയാൾ പല ഹോട്ടലുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തമ്പാനൂരിലെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിൽ ജോലിക്കെത്തിയിരുന്നു. വ്യാജ ഭീഷണി മുഴക്കിയ ദിവസം ഈ ഹോട്ടലിലെ ഒരു ജീവനക്കാരനെ വിളിച്ചിരുന്നു. ഈ ജീവനക്കാരനെ ഉപയോഗിച്ചാണ് പ്രതിയെ തമ്പാനൂരിലേക്ക് വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വേനലവധിക്ക് ശേഷം നാളെ സ്കൂളുകൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് HSSൽ നടക്കും. രാവിലെ 9:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കളിച്ചും ചിരിച്ചും അവധിക്കാലം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കഴിഞ്ഞു. ഇനി പുസ്തകങ്ങളെടുത്ത് തിരികെ സ്കൂളിലേക്ക് പോകേണ്ട സമയമാണ്. ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് HSSലാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് തിരികെ എത്തുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുടെയും പൗരബോധത്തിന്റെയും നല്ല പാഠങ്ങളാണ് ആദ്യം പഠിപ്പിക്കുക. പനിയും ചുമയും ജലദോഷവുമെല്ലാം പുറത്തു ചാടുന്ന സമയം കൂടിയാണ് മഴക്കാലം എന്നതിനാൽ ശ്രദ്ധ വേണം. കോവിഡിനെതിരെയും ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. രോഗങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, ലഹരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞുമക്കൾക്ക് സംരക്ഷണം വേണം. സ്കൂളുകളിൽ സഹപാഠികൾക്ക് കരുതലൊരുക്കണം. തെറ്റായ വഴിയിൽ കൂടി സഹപാഠികൾ സഞ്ചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടീച്ചറോട് പറയാം. അപരിചിതർ തരുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാമെന്ന ചിന്ത വേണ്ട. അങ്ങനെ ചെയ്താൽ ഇനി ടീച്ചറല്ല എക്സൈസ് ആകും പിടികൂടുക. സംസ്ഥാനത്തെ 101 സ്കൂളുകളെ ലഹരി ഉപയോഗ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കരുതലോടെ സർക്കാർ കൂടെയുണ്ട്. പഠിച്ച് മിടുക്കരായി മുന്നോട്ടു പോകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുട്ടനാട്ടിൽ കുരുന്നുകൾ ആവേശ വൈബിലാണ്. വെള്ളമുയർന്ന് ജനജീവിതം ദുരിതപൂർണമായി എങ്കിലും അവധിക്കാലത്തെ അവസാന ദിനം ആഘോഷപൂർണ്ണമാക്കുകയാണ് കുട്ടനാട്ടിലെ കുട്ടികൾ. നാടും നഗരവും വെള്ളത്തിൽ മുങ്ങിയതോടെ പന്തുമായി അവർ റോഡിലേക്ക് ഇറങ്ങി. ഭാവിയിലെ മെസ്സിയും റൊണാൾഡോയും നെയ്മറും. പിന്നെ മുട്ടറ്റം വെള്ളത്തിൽ ബൈസിക്കിൾ കിക്കും ബാക്ക് ഹീലും ഉൾപ്പെടെ തകർപ്പൻ പ്രകടനങ്ങൾ. പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവധിക്കാലത്തിന്റെ അവസാന ദിനം കെങ്കേമമാക്കുകയാണ് കുട്ടികൾ. ആലപ്പുഴ കുട്ടനാട്ടിലാണ് ഈ ആവേശ കാഴ്ച.
ചിലർ ഫുട്ബോൾ കളിയിൽ മുഴുകിയപ്പോൾ മറ്റു ചിലർക്ക് നീന്താനായിരുന്നു താല്പര്യം. റോഡിലൂടെ ഇടയ്ക്കിടെ എത്തുന്ന വാഹനങ്ങൾ കളിവേഗത്തിന് തടസ്സമാകുന്നുണ്ടെങ്കിലും വാഹനം കടന്നു പോകുവാൻ ക്ഷമയോടെ അവർ കാത്തിരിക്കും. പിന്നെ വീണ്ടും കളിയിൽ മുഴുകും. ഞങ്ങളിവിടെ 2-3 ദിവസമായി വെള്ളം കയറി തുടങ്ങിയിട്ട് ഞങ്ങൾ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുട്ബോളൊക്കെ കളിച്ച് ആസ്വദിച്ചു പോകുന്നു. ഭക്ഷണം കഴിക്കാനുള്ള സമയം പോലും വെറുതെ കളയാൻ ഒരുക്കമല്ല ഈ ബിരുദർ. ആഹാരം പോലും വെടിഞ്ഞ് അവധിക്കാലത്തിന്റെ അവസാന ദിനം അവർ ഓർമ്മത്താളുകളിൽ കുറിച്ചുവെച്ചു. ഫുട്ബോളിൽ തങ്ങൾക്കുള്ള പ്രത്യേക നൈപുണ്യം ചിലർ പൊടിതട്ടി മിനുക്കി. ഒടുവിൽ റോഡരികിലെ കലുങ്കിന് മുകളിൽ നിന്ന് പാടത്തിലെ വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക്. കലങ്ങി മറഞ്ഞ വെള്ളത്തിൽ പിന്നെ നീന്തലാവേശം. അങ്ങനെ ആഘോഷനാളുകളുടെ അവസാന നിമിഷങ്ങൾ മനോഹരമാക്കുകയാണ് കുട്ടനാട്ടിലെ കുരുന്നുകൾ. ഇനി കാത്തിരിപ്പാണ് അടുത്ത അവധിക്കാലത്തിന്റെ സുന്ദര നിമിഷങ്ങൾക്കായി. അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകളില്ല. വരും മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റുള്ള സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒരാഴ്ചയായി തിമിർത്തു പെയ്യുന്ന മഴയെ തുടർന്ന് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തിരുവനന്തപുരം താലൂക്കിൽ ഈഞ്ചയ്ക്കൽ ഗവൺമെന്റ് UP സ്കൂളിലും നെയ്യാറ്റിൻകര താലൂക്കിൽ പൊഴിയൂർ ഗവൺമെന്റ് UP സ്കൂളിലുമാണ് ക്യാമ്പുകൾ ആരംഭിച്ചത്. 34 കുടുംബങ്ങളിലെ 79 പേരാണ് നിലവിൽ ക്യാമ്പുകളിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രത തുടരണം. ആലപ്പുഴയിൽ നദികളിൽ വെള്ളമുയരുന്നു. കുട്ടനാട് മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നത്. ജില്ലയിൽ ഇന്നലെ 3 വീടുകൾ പൂർണ്ണമായും 97 വീടുകൾ ഭാഗികമായും തകർന്നു. 40 ക്യാമ്പുകളിലായി 1053 കുടുംബങ്ങളാണ് കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ 230 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ആലപ്പുഴ നഗരപരിധിയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് ഇതിന് കാരണം. ഇടറോഡുകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കാലവർഷം ഇനിയും കനത്താൽ വെള്ളം ഇനിയും ഉയരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഈ യാത്ര കുട്ടനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെയല്ല, ആലപ്പുഴ നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലൂടെയാണ്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും നഗരത്തിലെ പലയിടങ്ങളിലും ഇതാണ് അവസ്ഥ. പല വീടുകളിലും വെള്ളം കയറി. പലരും കുടുംബത്തോടൊപ്പം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. പോകാൻ മറ്റൊരിടമില്ലാതെ വെള്ളം കയറിയ വീട്ടിൽ ദുരിതജീവിതം തള്ളി നീക്കുന്നവരുമുണ്ട്. കിഴക്കൻ വെള്ളത്തിന്റെ വരവും തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നതിലുണ്ടായ കാലതാമസവും വെള്ളം വേഗമിറങ്ങാൻ തടസ്സമായി. വീട് വെള്ളം കയറി എല്ലാ വർഷവും വെള്ളം വീട് നശിച്ചുകൊണ്ടിരിക്കുക. ആകെ ഇടിഞ്ഞ് ഇതായി കിടക്കുക. വീടെല്ലാം കതവും കട്ടളയെല്ലാം പോയി കിടക്കുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടക്കാത്തതിനാൽ തന്നെ സാംക്രമിക രോഗഭീതിയും ഒഴിയുന്നില്ല. വെള്ളം കയറി വീടുകൾ പലതും നശിച്ചു. പരാതി പറഞ്ഞിട്ടും പ്രതിഷേധിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. നഗരസഭാ അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. ചെറിയ മഴയെത്തിയാൽ തന്നെ പ്രദേശങ്ങൾ വെള്ളത്തിലാകും. പക്ഷേ ഇത്തവണ വെള്ളത്തിന്റെ വരവ് കൂടുതലാണ്. കാലവർഷം നേരത്തെ എത്തിയതോടെ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങി. ഇനി കാലവർഷം കൂടുതൽ കനത്താൽ എന്താകും അവസ്ഥ എന്ന ഭീതിയോടെയാണ് ഇവർ ജീവനം തള്ളി നീക്കുന്നത്. അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. പെരുമഴക്കാലമായതോടെ ഇടുക്കിയിലെ ഒരു അണക്കെട്ട് നിറഞ്ഞൊഴുകുകയാണ്. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മുക്കുടിൽ അണക്കെട്ടാണ് സന്ദർശകർക്ക് വിസ്മയ കാഴ്ചയായി നിറഞ്ഞൊഴുകുന്നത്. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അണക്കെട്ട് എന്ന് കേൾക്കുമ്പോൾ കൗതുകവും അതിലേറെ ആശങ്കയും തോന്നാം. എന്നാൽ ആശങ്കയ്ക്ക് തീരെ ഇടയില്ലാത്ത മൺസൂണിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാടിന് സമീപത്തെ മുക്കുടിൽ അണക്കെട്ട്. വർഷകാലത്ത് ഏതാനും ദിവസം മാത്രം ദൃശ്യമാകുന്ന അനുഭവം. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട്. പരമാവധി വൈദ്യുതോൽപാദനം നടക്കുന്നതിനാൽ മഴയുടെ ശക്തി കുറഞ്ഞാൽ കവിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം നിലയ്ക്കും. അതുകൊണ്ട് തന്നെ ഈ മഴക്കാഴ്ച കാണാൻ നിരവധി ആളുകളും എത്തുന്നു. വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാനായിട്ട് വന്നാണ്. വളരെ കണ്ണുകൾക്ക് കുളിർമ വരുന്ന കാഴ്ചയാണ് ഇവിടെ. എല്ലാ ടൂറിസ്റ്റുകളും ഇപ്പോൾ മൂന്നാർ
ഈ സൈഡിലോട്ട് ഇടുക്കി സൈഡിലോട്ട് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇത് വന്ന് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഞങ്ങള് വന്നേക്കണത് കുത്തുകുഴി വെള്ളച്ചാട്ടത്തിലാണ്. ഇത് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്നാണ്. വളരെ അൺഎക്സ്പെക്ടഡ് ഇത്രയും നല്ലൊരു വീഡിയോ കിട്ടുമെന്ന് ഞങ്ങൾ ഇന്നേ വരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങള് മൂവാറ്റിയെന്ന് വരുന്നതാണ്. പെരിയാറിന്റെ കൈവഴിയായ പന്നിയാർപുഴയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം 79 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ലഹരിയുടെ ആസക്തി സമൂഹത്തിനെതിരെ ഉയർത്തുന്ന ഭീഷണിക്കെതിരെ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ കേരള പോലീസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഏകദിന ബോധവൽക്കരണ പരിപാടിയിൽ തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം IPS, കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ IPS, കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന IPS എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, CIR വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, സ്റ്റുഡന്റ് അഫയേഴ്സ് ചെയർമാൻ പ്രൊഫസർ ARG മേനോൻ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന ബോധവൽക്കരണ സെഷനിൽ മുഖ്യാതിഥികൾ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അതിഥികളുമായി സംവദിച്ചു. ഒഡീഷയിൽ അക്രമത്തിനിരയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളി വൈദികരെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2 വൈദികരാണ് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഈ മാസം 23-നാണ് ഒഡീഷയിലെ സംബൽപൂർ ജില്ലയിലെ വൈദിക ഭവനത്തിൽ വെച്ച് മലയാളികളായ വൈദികർ അക്രമത്തിന് ഇരയായത്. പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടിയിൽ 18 വയസ്സുകാരിയെ കാണാതായി. മഞ്ഞപ്പെട്ടി പ്ലാവിടപ്പറമ്പിൽ മണിയുടെ മകൾ സുമയാണ് കാണാതായത്. കുട്ടി മാറമ്പള്ളി പാലത്തിൽ നിന്ന് പെരിയാറിലേക്ക് ചാടിയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിരക്ഷാസേന തെരച്ചിൽ നടത്തുകയാണ്. ഇന്നലെയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായത്. പെരുമ്പാവൂർ പോലീസ് അന്വേഷണം നടത്തിവരവെ ഇന്ന് രാവിലെ കുട്ടി പുഴയിലേക്ക് എടുത്തു ചാടുന്നത് കണ്ടതായി നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയത്. IPL-ൽ 2ാം ക്വാളിഫയറിൽ ഇന്ന് പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. വിജയികൾ ജൂൺ 3-ന് നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. എലിമിനേറ്റർ പോരാട്ടത്തിൽ കരുത്തരായി ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തിയാണ് മുംബൈയുടെ ക്വാളിഫയർ പ്രവേശം. ആവേശ പോരാട്ടത്തിൽ ഗുജറാത്തിനെ 20 റൺസിന് മറികടന്ന മുംബൈ 2ാം ക്വാളിഫയറിൽ സ്ഥാനമുറപ്പിക്കുകയായിരുന്നു. പ്ലേയിങ് 11-ൽ നിർണായക മാറ്റങ്ങളുമായിട്ടായിരുന്നു മുംബൈ കളത്തിലിറങ്ങിയത്. അടുത്ത മത്സരത്തിലും പേസ് നിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് മുംബൈയുടെ നീക്കം. അതേസമയം ആദ്യ ക്വാളിഫയറിൽ RCBയോട് തോറ്റതോടെയാണ് പഞ്ചാബ് 2ാം ക്വാളിഫയറിലേക്ക് എത്തിയത്. 8 വിക്കറ്റിന് പഞ്ചാബിനെ തകർത്ത RCB ഫൈനലിൽ കടന്ന ആദ്യ ടീമായി. പഞ്ചാബ് ഉയർത്തിയ 102 റൺസ് വിജയലക്ഷ്യം 10 ഓവർ ബാക്കി നിൽക്കെയാണ് RCB മറികടന്നത്. തോറ്റെങ്കിലും 2ാം ക്വാളിഫയറിലെത്തിയ പഞ്ചാബ് മുംബൈയെ നേരിടുമ്പോൾ ഏറെ പ്രതീക്ഷയിലുമാണ്. ഈ മത്സരത്തിലെ വിജയിയാകും ഫൈനലിൽ RCBയുടെ എതിരാളികൾ. 4ാം തവണയാണ് RCB IPL ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത്. 2009, 2011, 2016 വർഷങ്ങളിൽ ഫൈനലിലെത്തിയ RCB ഏകദേശം 9 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഫൈനൽ കളിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഏഷ്യാ കപ്പ് വുമൺ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയെങ്കിലും യാത്രാ ചെലവ് അടക്കമുള്ള ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ ചാമ്പ്യൻഷിപ്പ് നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് 2 മലയാളി താരങ്ങൾ. മലപ്പുറം താനൂർ സ്വദേശിനി P. അഞ്ജലി, കൽപ്പറ്റ മണിയങ്കോട് സ്വദേശിനി MS ശ്രുതി എന്നിവരാണ് ചൈനയിൽ നടക്കുന്ന ഏഷ്യാ കപ്പിൽ രാജ്യത്തിനായി മത്സരിക്കാനുള്ള ടീമിൽ ഇടം നേടിയത്. ഇന്ത്യൻ ടീമിൽ ഇടം നേടുകയും ഏഷ്യ കപ്പ് കളിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാമ്പത്തിക ബാധ്യതയാണ് ശ്രുതിക്കും അഞ്ജലിക്കും മുന്നിലെ പ്രതിസന്ധി. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ താരങ്ങൾ 1,70,000 രൂപ ഇന്ത്യൻ സോഫ്റ്റ് ബോൾ ഫെഡറേഷനിൽ അടയ്ക്കണം. ഏഷ്യ കപ്പ് മത്സരത്തിനുള്ള ക്യാമ്പ് ജൂൺ 3-ന് മധ്യപ്രദേശിലെ മെഡിക്കാപ്സ് വിശ്വവിദ്യാലയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ജൂൺ 2-ന് പണമടയ്ക്കണമെന്നാണ് ലഭിച്ച നിർദ്ദേശം. ജൂൺ 10 വരെയാണ് ക്യാമ്പ്. കഠിനാധ്വാനത്തിലൂടെ കിട്ടിയ അവസരം പണമടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഇരുവർക്കുമുണ്ട്. ഞങ്ങൾക്ക് ചൈനയിൽ വെച്ചിട്ടാണ് കളി. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 1,70,000 രൂപയുടെ ചെലവുണ്ട് ഒരാൾക്ക്. 2 പേർക്കും കൂടെ 3,40,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഇത്രയും വലിയൊരു പൈസ തുകയെക്കൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ
ഇത്രയും കാലത്തെ വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെടും. വയനാട് മുണ്ടേരി സ്വദേശിയായ ശ്രുതിയുടെയും മലപ്പുറം താനൂർ സ്വദേശിയായ അഞ്ജലിയുടെയും മാതാപിതാക്കൾക്ക് ഇത്രയും വലിയ തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. സ്പോൺസർമാരെ ലഭിച്ചില്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് അഞ്ജലിയും ശ്രുതിയും. അമൃത ന്യൂസ്, വയനാട്.